കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനായി രാജ്യം ചുറ്റി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരാളെ പരിചയപ്പെടാം. തിരുവനന്തപുരം പട്ടം സ്വദേശിയായ ബിജു BP ആണ് 666 ദിവസം കൊണ്ട് 44,811 കിലോമീറ്ററുകൾ താണ്ടി ലോക റെക്കോർഡ് നേടിയത്. 75,000-ലധികം വിദ്യാഭ്യാസ പ്രവർത്തകരുമായി സംവദിച്ചായിരുന്നു ബിജുവിന്റെ ഒറ്റയ്ക്കുള്ള ബൈക്ക് യാത്ര. ബിജു BPയുടെ യാത്രാവിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ബിജു BP എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. പട്ടത്താണ് വീട്. 25 വർഷം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ജോലിയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ടാണ് ഈ ഒരു യാത്ര തുടങ്ങിയത്. ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും എല്ലാം പോയിട്ട് കുട്ടികളുമായിട്ട് സംവാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ഏകദേശം 500ഓളം സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏകദേശം 75,000-ഓളം കുട്ടികളുമായിട്ട് ഈ ഒരു ആശയം, പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ ഈ ഒരു ആശയം അവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. യാത്ര എൻ്റെ ഒരു സന്തോഷവും ഈ ഒരു ആശയം പ്രചരിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞ് യാത്ര അവസാനിച്ച് 666 ദിവസം യാത്ര അവസാനിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് ആൾക്കാരിങ്ങനെ പറഞ്ഞത് ഇതിന് ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ വേൾഡ് റെക്കോർഡിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ലൈവ് ഇവൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 15ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അതൊരു ലൈവ് ഇവൻ്റ്. അത് ആൾക്കാരൊക്കെ വരുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, വിജയിച്ചു എന്നുള്ളത്. പക്ഷേ ഇതുപോലെ കഴിഞ്ഞ ഒരു സംഭവത്തിന് അതിന് ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് തെളിവുകൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആണ് ഞാനിതെല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡിൽ അതിൽ എത്തിയിരിക്കുന്നതും. അപ്പോൾ ഇന്ന് വൈകുന്നേരം അതിൻ്റെ ചടങ്ങാണ്. ഔപചാരികമായിട്ട് വേൾഡ് റെക്കോർഡ് എനിക്ക് തരുന്ന ഒരു ചടങ്ങാണ് ഈ വൈകുന്നേരം ഉള്ളത്. കേരളം ഒരുപാട് മുന്നിലാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലാണ്. പല കാരണങ്ങൾ, നമുക്ക് അതിൻ്റെ റെക്കോർഡ് ട്രാക്കും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഏത് സാമൂഹ്യ പ്രശ്നം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പെൺകുട്ടികളെയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ചൈൽഡ് മാരേജസ് ഉണ്ട്, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ചൈൽഡ് ലേബർ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പെൺകുട്ടികളെ തന്നെയാണ്. പെൺകുട്ടികളുടെ പ്രശ്നത്തിന് ജാതി മതവും വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഇതിലും ഈ പ്രശ്നങ്ങളുണ്ട്, വളരെ ആഴത്തിലുണ്ട്. മതപരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ, അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ അടുത്ത് ഞാൻ ഈ ബാലവിവാഹം നടക്കുന്നതൊക്കെ ഒരുപാട് കണ്ടതാണ്. വണ്ടിയെടുത്ത് ഇത്രയും ദൂരം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പെൺകുട്ടികളും ശാക്തീകരിക്കപ്പെട്ടു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എൻ്റെ ഈ ഒരു പ്രചാരണം കൊണ്ട് ഒരു കുട്ടിക്കെങ്കിലും അത് ഉപകാരപ്പെട്ടാൽ എൻ്റെ യാത്ര സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ആശംസകൾ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന എല്ലാ കുട്ടികൾക്കും, താഴെ ക്ലാസ് മുതൽ മുകൾ ക്ലാസ്സിൽ വരെ എത്തുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.